ഇതെന്താ മനസ്സിലായോ? ആപ്പിൾ ചെറിയാണ്. പറിക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കഴിക്കാൻ കൊള്ളത്തില്ല കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ല. അപ്പം ചിലരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഉപ്പിലിട്ടാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെന്തായാലും ഉപ്പിലിട്ട് നോക്കാം. ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി കാന്താരി മുളകൊക്കെ ഇട്ട് നോക്കാം എങ്ങനെയാവും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒന്ന് തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തുടച്ചെടുക്കണം കേട്ടോ. ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ട് വേറെ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. മധുരം അങ്ങനെ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കായ ഉണ്ട് കേട്ടോ. കണ്ടോ, 2-3 കായ ഉണ്ട് ഇതിനകത്ത്. മിക്കവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഇതായതൊന്ന് തുടച്ചെടുക്കുവാണ് ഞാൻ. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ചീത്തയായി പോകും, അതുകൊണ്ട് തുടച്ചെടുക്കുവാണേ. അപ്പം ഇതാ ഞാനിതൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. ഇത്രയും ഇതാ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, എന്തോ ഒക്കെ കടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതാ ഈ ഒരു ഭരണിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തേക്കുന്ന ഭരണിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. കണ്ടോ, ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഉണ്ട് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാവേ. കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ ഉപ്പും പുളിയും എല്ലാം ആയി വരുമ്പം ചിലപ്പോൾ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. കുറച്ച് കാന്താരി മുളക് ഉണ്ട് കേട്ടോ, അതും കൂടെ എന്നിട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് ചുങ്ങൂലോ, കുറച്ചും കൂടെ ചുങ്ങും. പിന്നെ ആ കല്ലുപ്പൊക്കെ നിലത്ത് വരുമ്പോഴത്തേനും അത് ഫുള്ളായിട്ട് മുങ്ങി കിടക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് മോൾ ഭാഗം പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് അടച്ച് വെക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ ആപ്പിൾ ചെറി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.